സോ ദിസ് ഈസ് ഫൈനൽ ആൻഡ് പാർട്ട് 2 ഓഫ് ദ കൊച്ചി ഡേയ്സ്. അപ്പോൾ ഒരു പ്ലാനും ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ അടിപൊളിയാവുന്ന കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു പ്ലാനും ഇല്ലാണ്ട് പോയിട്ട് അടപടലെ മൂഞ്ചിയ കഥയാണ് ഈ കാണുന്നത്. ഞങ്ങൾ എന്തിനു വേണ്ടി പോയി ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കുറേ എസ്കലേറ്റർ കയറാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ പോയത്. സോ ഞങ്ങൾ ആലുവയിൽ നിന്ന് മെട്രോ പിടിച്ച് ലുലു മാളിൽ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവിടെ മെട്രോയിൽ കയറിയിട്ടുള്ള പട്ടി ഷോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലുലു മാളിലെത്തിയപ്പോൾ എൻ്റെ വീഡിയോ എടുക്കലൊക്കെ കറക്റ്റായി നടക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ എന്തിനു വേണ്ടി ലുലു മാളിൽ പോയി മനസ്സിലായില്ല. ഒരു 7 പ്രാവശ്യം എസ്കലേറ്റർ കയറിയിട്ടുണ്ട്. അങ്ങനെ കുറേ അവിടെ തന്നെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓർത്ത് എന്നാൽ പിന്നെ ഇനി കുറച്ച് ബ്രോഡ്വേ പോയേക്കാം, മറൈൻ ഡ്രൈവിൻ്റെ ഭാഗത്തേക്ക്. അങ്ങനെ ഞങ്ങൾ വീണ്ടും മെട്രോ കയറാൻ വേണ്ടി മാത്രം ആയിരുന്നു ഞങ്ങളുടെ ഈ പോക്ക്. അങ്ങനെ ഞങ്ങൾ ബ്രോഡ്വേ പോയി കുറേ സാധനങ്ങളൊക്കെ കണ്ടിട്ടോ. ഞാനൊന്നും മേടിച്ചിട്ടൊന്നുമില്ല. അവിടെ കുറേ തണ്ടി നടന്ന് വെയിൽ കൊണ്ട് അതന്നെ. അങ്ങനെ ഞങ്ങൾ ഉച്ചയായപ്പോൾ ഫുഡ് കഴിച്ച് അത് അപ്പോൾ ഒരു ആശ്വാസമായിരുന്നു. വെള്ളമൊക്കെ കുടിച്ചപ്പോൾ ഒരു ആശ്വാസമായി. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് എനർജി കിട്ടി. സോ ഞങ്ങൾ മറൈൻ ഡ്രൈവിൻ്റെ അവിടെ കുറേ തണ്ടി നടന്ന്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോണ സ്ഥലത്തിൻ്റെ അല്ലല്ലോ, നമ്മുടെ കൂടെ ആരുള്ള ആ ആൾക്കാർ അനുസരിച്ചിരിക്കും നമ്മൾ പോണ ആ ഒരു പോക്ക് അടിപൊളിയാവാൻ. പക്ഷെ ഇത് നൈസായിരുന്നു. എല്ലാവരും കൂടെ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ നടന്ന്. നമുക്ക് സമയപരിമിതി ഉണ്ടായിരുന്നു. സോ നമുക്ക് കുറേ സ്ഥലത്തൊന്നും അങ്ങനെ പോകാൻ പറ്റി. എന്നാലും ഉള്ള ഒരു 1.5 ദിവസം അത് അടിപൊളിയായിരുന്നു. അപ്പം നമ്മുടെ ഒരു സുട്ടുമണിക്ക് വേഗം പോകണമായിരുന്നു. സോ അവളെ നമ്മളാക്കാൻ വേണ്ടിയിട്ട് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ പോയി. സോ അവളെ യാത്രയിപ്പോൾ കഴിച്ച് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ് മൂന്നാളും കൂടെ. ഞാൻ പിറ്റേ ദിവസം പോകുന്നുള്ളൂ. സോ അങ്ങനെ നമ്മുടെ ആദ്യത്തെ സുട്ടുമണിയുടെ വീട്ടിലെത്തി. അവിടുത്തെ ടുട്ടുവിനോട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് ഇരുന്ന്. സോ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.